ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 31ാമത്തെ പാഠമാണ്. വിഷ്ണുയോഗയിൽ കൂടി നമ്മളിപ്പോൾ സനാതന ധർമ്മത്തിന്റെ പല ഘടകങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സനാതന ധർമ്മത്തിലെ യുഗങ്ങള്, അവതാരങ്ങളെ, പ്രപഞ്ചത്തിന്റെ 18 തത്വങ്ങൾ ഇവ പഠിച്ചു കഴിഞ്ഞ് ഇന്ന് നമ്മളെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നാരായണനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട്, ഏകനായ ഒരു സൃഷ്ടാവുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, നാരായണൻ എന്നാണ്. ആ നാരായണൻ എന്ന് പറയുന്നത് ഒരു ഊർജ്ജരൂപിയാണ്, അല്ലാതെ ഒരു വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്. പ്രപഞ്ചം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തിയാണ്, സർവ്വവ്യാപിയാണ്. അവിടുന്ന് സർവ്വശക്തനാണ്, സർവ്വജ്ഞാനിയാണ്. അവിടുന്ന് ഇല്ലാത്ത ഒരു വസ്തു പോലുമില്ല. ഈശാവാസ്യമിതം സർവ്വ എല്ലാ വസ്തുക്കളും ഭഗവാൻ തുല്യമായിരിപ്പുണ്ട്. എന്നിലും നിങ്ങളിലും സർവ്വചരാചരങ്ങളിൽ ഇരിപ്പുണ്ട്. എന്നാൽ ഈ ഭഗവാന്റെ ശക്തി മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ഊർജ്ജം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജലത്തിലാണ്. ജലത്തിന് മറ്റൊരു വാക്കാണ് നാരോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നാരത്തിൽ ശയിക്കുന്നവനാണ് നാരായണൻ. ജലത്തിലാണ് സകല ജീവജാലങ്ങളും ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ ഭഗവാനെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് പോകേണ്ടി വരും. കാരണം നമുക്കൊരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അച്ഛനും അമ്മയല്ല, അവരതിനെ സൃഷ്ടിക്ക് ഒരു കർമ്മം ചെയ്തത് മാത്രമേ ഉള്ളൂ. നമ്മളെ 280 ദിവസം കൊണ്ട് മാതാവിന്റെ ഗർഭത്തിൽ ഏകകോശ ജീവിയായി, അല്ലെങ്കിൽ ഏകകോശമായി അതിസൂക്ഷ്മമായിട്ട് നമ്മളെ വിഭജിച്ച് 37 ലക്ഷം കോടി കോശമുള്ള ഒരു പൂർണ്ണ ശിശുവായി സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഉള്ള ശക്തിയാണ് ഈശ്വരൻ. ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തെങ്ങുമല്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ നമുക്ക് കണ്ടെത്തണം. ആ കണ്ടെത്താനുള്ള വഴിയാണ് വിഷ്ണുയോഗം. അതിന് ഭക്തിയും കർമ്മവും ജ്ഞാനവും സമന്വയിപ്പിക്കുന്നതാണ് ആ കർമ്മയോഗം. അത് നിങ്ങളെ ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 32ാമത്തെ പാഠമാണ്. വിഷ്ണുയോഗയിൽ കൂടി നമ്മളിപ്പോൾ സനാതന ധർമ്മത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സനാതന ധർമ്മത്തിന്റെ 10 ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പാഠ്യവിഷയമായി എടുത്തിരിക്കുന്നത്. അതിൽ യുഗങ്ങള്, അവതാരങ്ങള്, പ്രപഞ്ചത്തിന്റെ 18 തത്വങ്ങൾ എന്നിവ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പ്രപഞ്ച സൃഷ്ടാവായ നാരായണനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, നമ്മൾക്കൊരു സൃഷ്ടാവുണ്ട്. ഏകകോശ ജീവിയായ അമീബ തൊട്ട് പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും തിമിംഗലവും വരെ ഉള്ള ജന്തുക്കളെ സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാൻ ഇല്ലാതെ ഈ ലോകത്തെ ഒരു വസ്തുവും നിലനിൽക്കുകയില്ല. ജീവനുള്ളവയും ജീവനില്ലാത്ത യാതൊരു വസ്തുവും പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയില്ല. നമ്മൾ ഭഗവാൻ ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കുകയില്ല. കാരണം ഭഗവാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ജഡമായി മാറുകയാണ് ചെയ്യുന്നതെങ്കിലും ഭഗവാന്റെ ശക്തി മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നാരത്തിലാണ്. ഭഗവാനെ പല പേരുകളിലാണ് ലോകം വിളിക്കുന്നത്. യഹോവ, നിശിഹ, അള്ളാഹു, ശിവൻ, ബ്രഹ്മ, വിഷ്ണു, ഇങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിലെ പല പേരുകളിൽ ഭഗവാനെ ആരാധിക്കുന്നു. ഭഗവാൻ ഭൂമിയിലും ജലത്തിലുമായി കിടക്കുന്ന തെളിവാണ് ഗുരുത്വാകർഷണം. ഗുരുത്വം എന്ന് പറയുന്നത് തന്നെ, ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരനാണ്. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരീയമെന്നാണ്. ഭഗവാൻ ഭൂമിയിലും ജലത്തിലും കിടക്കുന്നതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതുപോലെ സുനാമികള്, ഭൂകമ്പങ്ങള്, കള്ളക്കടല്, കടൽക്ഷോഭങ്ങള്, ജലനിരാവിയായി മഴ പെയ്യുന്നത്, ന്യൂനമർദ്ദങ്ങൾ, ഇതെല്ലാം സംഭവിക്കുന്ന ഭഗവാന്റെ പ്രസൻസ് കൊണ്ടാണ്. ഭഗവാന്റെ മക്കളായി നമ്മളൊന്നും ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ഭഗവാൻ തന്ന ശിക്ഷയാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ ഈ ഭഗവാനെ, നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. നാരായണൻ ഒന്ന് തന്നെയാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യത്തെയാണ് നമ്മൾ